ഹായ് ഹലോ. ഇന്ന് നമ്മൾക്ക് ഈ എസ്തെറ്റിക് ടൈപ്പിലുള്ള ഒരു ഡെസ്ക് ഡെക്കോർ ഐറ്റം ഉണ്ടാക്കിയാലോ? എസ്തെറ്റിക് ടൈപ്പിലുള്ള ഏത് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുത്ത് നോക്കിയാലും അവരുടെ ഡെസ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ടുണ്ടാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക്, വൈറ്റ്, പിങ്ക് അങ്ങനത്തെ ഒക്കെ കളേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കളറിലും കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ പെയിൻ്റൊന്നും അടിച്ചെടുക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ മൂഡ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്കിലോ പിങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഇതുപോലെ കുറച്ച് ബാംബോ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് ഇതുപോലെ ഒരു 5 to 6 വെർട്ടിക്കലും ഹൊറിസോണ്ടലാക്കിയിട്ട് സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളി അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു പെന്ന് വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേ. അതിൻ്റെ സ്പേസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയറൊക്കെ ഏകദേശം ഒരേപോലെ അളവിൽ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇനി ഒരു ഗമ്മ് യൂസ് ആക്കിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇതാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇതായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതാവുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പണി തീരുമല്ല, അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഈ സമയത്ത് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ആക്കിയിട്ട് തന്നെ നല്ല ഷാർപ്പാണ് കേട്ടോ അത്. അപ്പോൾ അടിയിലുള്ള മാറ്റിൽ അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് ഫൈനലായിട്ടുള്ളതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റിൽ തന്നെ നമുക്കത് എടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഷാർപ്പുള്ള ഇതാണ് ഗമ്മാണത്. നമ്മളിതിന് ഉണങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മളെ പണി വേഗം തീരൂലേ. അപ്പോൾ ഞാനിതിൽ എക്സസൈസ് വന്നതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോ പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളി ഇല്ല, എവിടെയെങ്കിലും നമുക്ക് ഓരോരോ കോർണേഴ്സിലോ അല്ലെങ്കിൽ റാൻഡമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇതുപോലെ ഒരു ബോ ചെയ്തെടുക്കുക. ജസ്റ്റ് ആ ഒരു എസ്തെറ്റിക് ടൈപ്പിലോട്ട് അല്ലെങ്കിൽ ഒരു ബൊഹീമിയൻ തീമിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ശരിയായില്ലേ. പിന്നെ ഇതാ ഞാൻ ഇതുപോലെ കുറച്ച് മിനിയേച്ചർ ഐറ്റംസൊക്കെ വാരിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിലൊന്ന് ഹാങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ക്ലിപ്പിങ്സ് വരുന്ന ഒരു ലൈറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാവുമ്പോൾ നമുക്ക് ഓരോന്ന് ഇതിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ ഈ ഫോട്ടോയിൽ ഒരാളെ കാണുന്നില്ലേ, അപ്പോൾ ആ ആളുടെ കോൺട്രിബ്യൂഷൻസാണ് കേട്ടോ അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അവൾക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ നൈറ്റ് വ്യൂ അടിപൊളിയാണോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ.